അത്താഴത്തിന് ആദ്യത്തെ അലാറത്തിൽ നീക്കാൻ പഠിച്ചത് ദുബായ് വന്നിട്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഉമ്മാൻ്റെ 100ാമത്തെ വിളി നീച്ചാൽ മതിയായിരുന്നു. അപ്പോഴേക്കും ഉമ്മ ഫുഡൊക്കെ റെഡിയാക്കി ടേബിളും വെച്ചിട്ടുണ്ടാവും. ടേബിൾ വെച്ചാലാണ് ഇപ്പോൾ ഉമ്മയില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ നീച്ചൊക്കെ റെഡിയാക്കണം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതെന്ന്. എന്നാൽ ഒരിക്കലുമല്ല. റൂമിൽ 4 പേർക്ക് നോമ്പുള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യും. പിന്നെ ചോറൊക്കെ വെച്ച് ഓരോരുത്തർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഉറക്കം. പിന്നെ 9 മണിക്കുള്ള ഡ്യൂട്ടിക്ക് നീച്ച 8:30 ഒരു ഓട്ടമായിരിക്കും. ഇന്നെന്തോ ചെറുതായിട്ടൊരു മഴക്കാറുണ്ട്. അതുകൊണ്ടുള്ള രസമാണോ എന്ന് അറിയില്ല. അതിനിപ്പോൾ വീക്കെൻഡ് ആയിട്ടുള്ള ഒരു രസമാണോ എന്നും അറിയില്ല. മെട്രോ ഇറങ്ങിയതും തൊട്ടടുത്ത് തന്നെ എൻ്റെ ഓഫീസുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിലെത്തിയിട്ട് വർക്കൊക്കെ സ്റ്റാർട്ടാക്കി. നോമ്പായതുകൊണ്ട് ഇവിടെ വർക്കിംഗ് ടൈം കുറവാണ്. 6 hours ഡ്യൂട്ടിയുള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞത് നേരെ റൂമിലോട്ട്. നോമ്പ് ഇറക്കാനുള്ള എണ്ണക്കടിയും പഠിച്ചിട്ടായിരിക്കും പിന്നെ റൂമിലേക്ക് പോവുക. എണ്ണക്കടി ഇല്ലാണ്ട് എന്ത് നോമ്പ് കയറാം. നോമ്പിന് ഞാൻ കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ ഉമ്മാൻ്റെ കട്ട്ലേറ്റ് ആയിരുന്നു. ആ കട്ട്ലേറ്റിൻ്റെ അത്രയ്ക്ക് ഇതൊന്നും എത്തൂല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മാക്കൊരു പൊരുവായിക്കോട്ടെ. പിന്നെ റൂമൊക്കെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഓരോരുത്തർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ ഫോൺ നോക്കിയപ്പോൾ ഉണ്ട് നാട്ടിലുണ്ട് പൂരം. പ്രവാസിയായ ഞങ്ങൾക്ക് സ്റ്റാറ്റസും സ്റ്റോറിയും കണ്ടിട്ട് മെൻഷൻ ചെയ്യുന്ന പറയാനേ വെയ്ക്കുള്ളൂ എന്ന് മനസ്സിലായി. ആഘോഷമല്ലേ, ദുബായ് ആണിത്. കാവശ്ശേരി പൂരമല്ലേ. പൂരം നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നോമ്പ് ഉറപ്പിക്കാനുള്ളതൊക്കെ അങ്ങനെ റെഡിയാക്കി. റൂമിൽ നോമ്പുള്ള എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പലതരം പലഹാരങ്ങളായിരിക്കും കൊണ്ടുവരിക. അങ്ങനെ ഒരുമിച്ച് നോമ്പൊക്കെ തുറന്ന് നിസ്കാരം മോത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്തു പോയി. വീക്കെൻഡ് അല്ലേ, അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കരാമയ്ക്ക് പോയി. കരാമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നതൊക്കെ ഫുഡാണ്. പെട്ടെന്ന് എന്തോ ബിരിയാണി കഴിക്കാൻ പുതിയപ്പോൾ പിന്നെ മെഹഫിൽ കയറി. ഇവിടെ ഇപ്പോൾ റമദാൻ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് വീക്കെൻഡിന് എല്ലാ മലയാളികളും ഇവിടെ ഉണ്ടാവും. കണ്ണൂർ സ്പെഷ്യലായ ചൊരണ്ടി ഐസ് അടക്കുമ്പോൾ കറാമയിൽ കിട്ടും. ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കഴിക്കണത് ഓട്ടെ, ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. പാവങ്ങളായ പാലക്കാട്ടുകാർക്ക് ചിലപ്പോൾ ബീച്ചില്ലാത്തതുകൊണ്ടാവാം. ഇപ്പൊ ഇവിടെ 1 മണി കഴിഞ്ഞിട്ട് കറാമയിൽ ആർക്കും ഉറക്കല്ല. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ തന്നെ ഒരു പെരുന്നാളിന്റെ വൈബ് തന്നെ എത്തിക്കണം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കണു. ഞാൻ നേരെ റൂമിലേക്ക് പോവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.